Dear students, today I am going to discuss protocol and standards in communication. Communication protocols are a set of rules and standards that allow different devices to allow effective communication. That is, it is a set of rules for exchanging messages between devices. ഡിവൈസുകൾ തമ്മിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം റൂൾസാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് അറിയപ്പെടുന്നത്. പ്രോട്ടോക്കോൾ ഡിഫൈൻസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, ഹൗ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വെൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. പ്രോട്ടോക്കോളിന് എക്സാമ്പിളാണ് HTTP, IP, TCP, എക്സെട്ര. പ്രോട്ടോക്കോൾ ഡിഫൈൻ ചെയ്യുന്ന പ്രധാനമായിട്ടൊന്ന് സിൻടാക്സ് ആണ്, ഒന്ന് സെമാൻറ്റിക്സ്, അടുത്തത് ടൈമിംഗ്. സിൻടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ഓർ ഫോർമാറ്റ് ഓഫ് ഡാറ്റ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് ബീങ് സെൻഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ, അതിനെ അനാലിസിസ്, അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു വിശകലനമാണ് ഈ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഹൗ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ടൈമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ദ ട്രാൻസ്മിഷൻ റേറ്റ് ആൻഡ് ഡ്യൂറേഷൻ. ട്രാൻസ്മിഷൻ റേറ്റ് എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. വെൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഇനി സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു മാനുഫാക്ചേഴ്സ്, വെൻഡേഴ്സ് ഓർ ഗവൺമെൻറ് ഏജൻസീസ്. ഇവർക്കൊക്കെ നൽകുന്ന ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്സ് ഈസ് നത്തിങ് ബട്ട് എഗ്രീഡ് അപ്പോൺ റൂൾസ് എന്നാണ്. അത് രണ്ട് ടൈപ്പാണുള്ളത്. ഇത് കാറ്റഗറി ചെയ്യുമ്പോൾ ഡി ഫാക്ടോ ആൻഡ് ഡി ജുറേ. ഡി ഫാക്ടോ എന്ന് പറയുന്നത് ബൈ കൺവെൻഷൻ ഓർ ബൈ ഫാക്ട്സ്. അതായത് സാധാരണ ഡി ഫാക്ടോ എന്ന് പറയുന്നത് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് പറയാനാണ് ഡി ഫാക്ടോ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓർഗനൈസേഷനോ അപ്രൂവലോ ഒന്നും ചിലപ്പം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ക്വർട്ടി കീബോർഡ് എന്ന് പറയുന്നത് വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഡി ഫാക്ടോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഡി ജുറേ എന്ന് പറയുന്നത് ബൈ ലോ ഓർ ഗവൺമെൻറ് ആണ്. അത് നമ്മൾ ഈ പറയുന്ന ബൈ ലോ പ്രകാരം അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ അങ്ങനെ രീതിയിൽ വരുന്നതാണ് ഡി ജുറേ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്റ്റാൻഡേർഡാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ്സിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനി ഇത് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഓർഗനൈസേഷനാണ്. ഒന്നാമത്തത് IEEE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ്. ഈ IEEE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ലീഡിങ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻസ് ദ പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് സയൻറ്റിഫിക് ആൻഡ് എഡ്യൂക്കേഷണൽ, ഡയറക്റ്റഡ് ടുവേർഡ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ദ അലൈഡ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ദ റിലേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ്. അതുപോലെ IEEE perform its standards maintaining functions through the IEEE Standard Association. One of the more notable IEEE standards is the IEEE 802 LAN-MAN group of standards, which includes the IEEE 802.3 and Ethernet standard and the IEEE 802.11 wireless networking standard. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. പിന്നെ കുറേ സ്റ്റാൻഡേർഡ്സ് വേറെയുണ്ട്. അപ്പോൾ ഈ IEEE എന്നുള്ളത് ആണ് ഏറ്റവും സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. മറ്റൊരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ANSI എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.
This is the primary organization for fostering the development of technology standards in the United States. പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് consensus by a group that is open to representative from all interested parties, then broad-based public review and comment on draft standard. ഇപ്പോൾ പബ്ലിക് റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ റെസ്പോൺസ്, കൺസിഡറേഷൻ ആൻഡ് റെസ്പോൺസ് ടു കമൻറ്റ്സ്, then incorporation of submitted changes that meet the same consensus requirements into draft standard, then availability of an appeal by any participant alleging that these principles were not respected during the standard development process. ഈ ANSI സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് ITU എന്ന് പറയുന്നത്. ITU എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ്. ITU എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് യുണൈറ്റഡ് നാഷണലിലെ. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഇറ്റ് കോർഡിനേറ്റ്സ് ദ ഷെയർഡ് ഗ്ലോബൽ യൂസ് ഓഫ് ദ റേഡിയോ സ്പെക്ട്രം, ഇറ്റ് പ്രൊമോട്ട്സ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ അസൈനിങ് സാറ്റലൈറ്റ് ഓർബിറ്റ്സ്, വർക്ക്സ് ടു ഇംപ്രൂവ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ്സ്. ഇത് ITU എന്ന് പറയുന്നത് സപ്പോസ് നമ്മളിപ്പം ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക, അതിൽ വരുന്നതാണ് മറ്റ് ലേറ്റസ്റ്റ് ജനറേഷൻ വയർലെസ് ടെക്നോളജീസ്, അതുപോലെ എയറോനോട്ടിക്കൽ ആൻഡ് മാരിടൈം നാവിഗേഷൻ ആൻഡ് റേഡിയോ അസ്ട്രോണമി, സാറ്റലൈറ്റ് ബേസ്ഡ് മെറ്റിയോറോളജി, കൺവെർജേഴ്സ് ഇൻ ഫിക്സ്ഡ് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ആക്സസ്, ഡാറ്റ, വോയിസ്, TV ബ്രോഡ്കാസ്റ്റിംഗ്, നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കൺട്രോളിങ് വരുന്നത് ITUവിലാണ്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ITU എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ISO. കുറച്ചും കൂടി ഫെമിലർ ആയിട്ടുള്ള ഒരു ടേമാണ് നമുക്ക് പരിചയമുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി കമ്പോസ്ഡ് ഓഫ് representatives from various national standard organization. The organization spread worldwide proprietary, industrial and commercial standards. നാഷണൽ ആയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനും പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനൊക്കെ ഉള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉൾക്കൊണ്ടുള്ള ഒരു ബോഡിയാണ് ഈ ISO എന്ന് പറയുന്നത്. ISO's main products are the international standard. And also it also publishes technical reports, technical specifications, publicly available specification, technical curricula and guides. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ISOയുടെ ഡ്യൂട്ടീസ് എന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് EIA, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഇത് US-ലുള്ള മറ്റൊരു ഓർഗനൈസേഷനാണ്. ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സിൻ്റെ അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കോമ്പാറ്റബിൾ ആണോ, ഇൻ്റർചേഞ്ചബിൾ ആണോ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് നൽകുന്ന ഒന്നാണ് EIA. അപ്പോൾ EIA 232 അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേര് TIA എന്നാണ്. TIA 232 എന്ന് പറഞ്ഞ ഒരു കോമൺ സ്റ്റാൻഡേർഡാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പോൾ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ EIA എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ W3C എന്നാണ്, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണത് പറയുന്നത്. ഇതൊരു മെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. നമുക്കറിയാം വേൾഡ് വൈഡ് വെബ് എന്നുള്ളത് കണ്ടുപിടിച്ചത് ടിം ബേർണേഴ്സ്ലിയാണ്. ഇത് മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച്, അതുപോലെ മറ്റു വെബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. W3C was created to ensure compatibility and agreement among industry members in the adoption of new standards. These are the standards organizations.